എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവൻ ആ നയൻ ടൈൽ ഫോക്സിന്റെ പവർ എടുത്ത് അങ്ങനെ മൊരച്ച് മൊരച്ച് നിൽക്കുകയാണ്. അതിന് ഒറോച്ചിമാർ പറയും, നിന്നെ കണ്ടതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്കാണോ അതോ സാസുകയ്ക്കാണോ പവർ കൂടുതലെന്ന് ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാൻ പോവാണെന്ന് ഒറോച്ചിമാർ പറയും. അത് കേൾക്കുമ്പോ നറൂട്ടോ കുട്ടപ്പന്റെ കലി അത് കയറി വന്ന് എന്റെ സാസുകയെ അവനെ തിരികെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തല്ലിക്കൊല്ലുമെന്ന് കുട്ടപ്പൻ പറയും. കുട്ടപ്പന്റെ കലി അത് കൂടി വരുമ്പോ അവന്റെ നയൻ ടൈൽ ചക്രയുടെ പവർ അത് പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങും. കുട്ടപ്പന്റെ ചുറ്റും ഇപ്പൊ ഓറഞ്ച് കളറില് അവന്റെ പവർ അങ്ങനെ നിൽക്കുമ്പോ അവന്റെ ടൈല് പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കാണുമ്പോ സാക്കുര ആവട്ടെ ഇപ്പൊ ടെൻഷനായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. അതിന് കബൂട്ടോ പറയും, സാസുകയെ ഞങ്ങൾ ആരും പിടിച്ചുകൊണ്ട് വന്നതല്ല. അവന്റെ പഴയ ലൈഫ് അത് വെറുത്തുപോയി അവൻ തന്നെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അത് കേട്ട് സാക്കുറ പറയും, നീ ഇപ്പൊ തന്നെ ജീവനും കൊണ്ട് ഓടിക്കോ. നറൂട്ടോടെ ഈ ഒരു പവറില് അവന്റെ കയ്യിൽ നിന്നെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നീ ജീവിച്ചിരിക്കില്ല. അതിന് ഒറോച്ചിമാറു, നീ ട്രാപ്പ് വെച്ച് എന്നെ പിടിക്കാൻ ശ്രമിക്കുക അല്ലേടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചു തോൽപ്പിച്ച് ഇപ്പൊ സാസുകയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് നീ കളക്ട് ചെയ്യ്. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അത് കേൾക്കേണ്ട താമസം അവന്റെ ഫുൾ പവർ ഇപ്പൊ പുറത്തേക്ക് എടുക്കും. ഞൊട്ടിയിടയില് അവൻ ചാടി വന്ന് ഒറോച്ചിമാറുവിനെ ഇടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ എല്ലാ ആൾക്കാരും അത് കണ്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ആ ഒരു ഫോഴ്സില് ഇപ്പൊ കുട്ടപ്പൻ കറങ്ങി വന്ന് പതിയെ കബൂട്ടോയെ തിരിഞ്ഞു നോക്കും. പക്ഷെ അത്രയൊക്കെ കണ്ടിട്ടും ഇപ്പൊ കബൂട്ടോയ്ക്ക് അവൻ ഒരു കുലുക്കം ഉണ്ടാവില്ല. അവൻ ക്യാഷ്വലായിട്ട് ചിരിച്ച് ഇപ്പൊ കുട്ടപ്പനെ നോക്കി നിൽക്കും. ഇവിടെ സാക്കുറ ഇപ്പൊ കുട്ടപ്പന്റെ കലിയും അവന്റെ പവറും കണ്ട് അത്ഭുതപ്പെട്ട് പറയും, ഇതാണോ അവന്റെ നയൻ ടൈൽ ചക്രയുടെ ആ ഒരു പവർ? സായി ആദ്യമായിട്ടാണ് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പന്റെ ആ ഒരു മോൺസ്റ്ററിന്റെ പവർ അത് പുറത്ത് കാണുന്നത്. സായിക്കൊന്നും മനസ്സിലാവില്ല, ഇവന് കലി കയറി പ്രാന്തായതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊക്കെ ആലോചിച്ച് അവൻ കൺഫ്യൂഷൻ അടിക്കും. തട്ട് ചെയ്താ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ കാക്കാഷി പറഞ്ഞ കാര്യങ്ങള് ഒന്നൊന്നായി ഓർക്കാൻ തുടങ്ങും. കുട്ടപ്പന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തു വന്നാല് വലിയ അപകടമാണ്. ഓരോ ടൈലുകളായിട്ട് പുറത്തേക്ക് വന്ന് ആ ഒരു മോൺസ്റ്ററിന്റെ 9 ടൈലും അവസാനം പുറത്തു വരും. ജിറയ മാസ്റ്റർ അവന്റെ എത്ര ടൈല് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അപ്പൊ മാമൻ പറയും, അവന്റെ 4 ടൈലുകള് പ്രാക്ടീസിന്റെ ഇടയില് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടപ്പന്റെ ടെൻഷൻ അത് വർദ്ധിക്കും തോറും അവന്റെ ടൈൽസ് അതൊന്നൊന്നായിട്ട് പുറത്തു വരുന്നു പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ ട്രെയിനിങ് ടൈമില് കുട്ടപ്പന്റെ ടൈല് പുറത്തേക്ക് വന്ന കാര്യങ്ങള് ആലോചിക്കാൻ തുടങ്ങും. അവന്റെ ആദ്യത്തെ ഒരു ടൈല് അത് വളർന്നു കഴിഞ്ഞ ഉടൻ തന്നെ രണ്ടാമത്തേതും പൊടുന്നനെ വളർന്നു വന്നു. മൂന്നാമത്തെ ടൈലിന്റെ കൂടെ തന്നെ 4ാമത്തെ ടൈൽ വളർന്നു വന്നപ്പോഴേക്കും അവൻ അൺകോൺഷ്യസ് ആയി. 3 ടൈൽ ഉള്ളപ്പോ മാത്രമേ നറൂട്ടോ കുട്ടപ്പന് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ കഴിയൂ. അവന്റെ 4th ടൈല് അത് പുറത്തു വന്നാല് ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ ചെറിയ വേർഷനിലേക്ക് തന്നെ നറൂട്ടോ കുട്ടപ്പനായി മാറും. മാത്രമല്ല 4th ഹോക്കാഗയുടെ ആ ഒരു സീല് അത് പതിയെ ഇപ്പൊ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നയൻ ടൈൽ പുറത്തു വന്ന ഓരോ നിമിഷവും കുട്ടപ്പൻ അവനെ തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. കാക്കാഷി പറയും, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. 4th ഹോക്കാഗയുടെ സീല് അതിനെന്ത് സംഭവിച്ചു? അതെങ്ങനെയാണ് അവന്റെ ബോഡിയിൽ നിന്ന് മാഞ്ഞു പോയത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങള് ഇപ്പൊ കാക്കാഷി ചോദിക്കാൻ തുടങ്ങും. മാമൻ വീണ്ടും പറയും, അവന്റെ 4th ടൈല് അത് പുറത്തു വന്ന കുട്ടപ്പന്റെ യഥാർത്ഥ ബോഡി അത് പതിയെ ഡാമേജ് ആവും. അവന്റെ സ്കിന്ന് പോലും കരിഞ്ഞില്ലാതായി രക്തം പുറത്തു വരും. അവൻ നോർമൽ ആയാലും അവന്റെ ബോഡിയിൽ ഇഞ്ചുറി അത് അങ്ങനെ തന്നെ അവശേഷിക്കും. പക്ഷെ കുഴപ്പമില്ല, അവന്റെ ബോഡി അത് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. പക്ഷെ പതിയെ അവന്റെ ജീവിതം അത് നശിക്കാൻ തുടങ്ങും. മാസ്ക് മാസ്റ്റർ ആവട്ടെ ഇതൊക്കെ കേട്ടു നിൽക്കുമ്പോ ഹൊക്കാഗ പറയും, ഇതുകൊണ്ടാണ് ഈ ഒരു മിഷന് വേണ്ടി അൻബു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. കുട്ടപ്പനെ സംരക്ഷിക്കാനും ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അതിനെ കൺട്രോൾ ചെയ്യാനും നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിന് മാമൻ പറയും, ഒരിക്കലും മോൺസ്റ്ററിന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ ആരെ കൊണ്ടും കഴിയില്ല. പക്ഷെ നിനക്ക് മാത്രം അതിന് കഴിയുമെന്ന് പറയുമ്പോ ഇപ്പൊ കട്ട് ചെയ്ത മാസ്റ്റർ ആവട്ടെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം ആലോചിച്ച് ഇപ്പൊ കുട്ടപ്പനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. നറൂട്ടോയുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരു വാല് അത് പതിയെ പുറത്തേക്ക് വരുമ്പോ കബൂട്ടോ ചിരിച്ചുകൊണ്ട് പറയും, നീ വളരും തോറും നിന്റെ മോൺസ്റ്ററിന്റെ പവറും ഇപ്പൊ കൂടി വരുന്നുണ്ടല്ലേ. ഈ ഒരു വാല് കൂടെ വന്നപ്പോ നീ കറക്റ്റ് ചുള്ളനായെന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ നോക്കി കളിയാക്കും. സാക്കുറ വീണ്ടും ഇപ്പൊ ഗ്രാൻഡ്മ പറഞ്ഞ ഓരോ കാര്യങ്ങള് മനസ്സിലേക്ക് കൊണ്ടുവരും. കുട്ടപ്പന്റെ ബോഡിയില് വലിയൊരു മോൺസ്റ്റർ ആണ് ഉള്ളത്. അവന്റെ പവർ അത് അൺലിമിറ്റഡ് ആണെന്ന് പറയുമ്പോ കുട്ടപ്പന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സാക്കുറയ്ക്കാവട്ടെ ഒരുപാട് വിഷമം വരും. അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് താഴേക്ക് വീഴുമ്പോ
ഇവിടെ ഒറോച്ചിമാറും ആവട്ടെ ഒരു കൂസലും ഇല്ലാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. ഉടനെ എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവന്റെ മുഖം കീറിപ്പറഞ്ഞ് ഇപ്പൊ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണും. ഒറോച്ചിമാറു പറയും, നീ വളർന്നു വളർന്ന് ഇപ്പൊ ശരിക്കും ഒരു മോൺസ്റ്ററായി. നിന്റെ പവർ കണ്ട് ഇവരെ പോലെ തന്നെ ഞാനും വണ്ടടിച്ചിരിക്കുകയാണെന്ന് ഇപ്പൊ ഒറോച്ചിമാറു പറയും. ആ സമയത്ത് നമ്മുടെ മാസ്റ്റർ ആവട്ടെ എല്ലാം മനസ്സിലാക്കി തല കുനിച്ചു നിൽക്കും. ഒറോച്ചിമാറു വിടില്ല. അവൻ വീണ്ടും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വരുമ്പോ കുട്ടപ്പനാവട്ടെ അടുത്ത അറ്റാക്കിന് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒറോച്ചിമാറു ഇപ്പൊ മാസ്റ്ററിനെ നോക്കി പറയും, ഇതിനു വേണ്ടിയാണോ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? പക്ഷെ കുഴപ്പമില്ല, എന്റെ എക്സ്പെരിമെന്റിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെ സാക്കുറയ്ക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല, ഇവരെന്താ പറയണെന്നും പറഞ്ഞ് അവള് വണ്ടടിച്ചിരിക്കും. അപ്പൊ ഇത് വെറും ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണോ ഒറോച്ചിമാറ് കാണുന്നത്? ഒറോച്ചിമാറ് പറയും, നിങ്ങൾ ലീഫ് വില്ലേജിലുള്ളവര് എന്നോട് താങ്ക്സ് പറയണം. ഇതൊക്കെ എന്റെ വെറും ടെക്സ്റ്റ് എക്സ്പെരിമെന്റ് ആണെന്ന് പറയുമ്പോ കബൂട്ടോ വണ്ടടിച്ച് എക്സ്പെരിമെന്റോ എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് ചോദിക്കുമ്പോ അതിന് ഒറോച്ചിമാറ് പറയും, ഞാൻ ഒരുപാട് വർഷം ലീഫ് വില്ലേജിൽ ജീവിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ഫസ്റ്റ് ഹൊക്കാഗയുടെ ഫുഡ് സ്റ്റീൽ നിൻജിപ്സു, ആ ഒരു ജിപ്സു എനിക്ക് സ്വായക്തമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ വുഡ് ലെവൽ നിൻജിപ്സു അത് ഉപയോഗിക്കാൻ കഴിയൂ. ആ ഒരു ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മോൺസ്റ്റേഴ്സിനെ പോലും കൺട്രോൾ ചെയ്യാൻ ആളെ കൊണ്ട് കഴിയും. ഞാൻ ആരും അറിയാതെ അദ്ദേഹത്തിന്റെ DNA എടുത്ത് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തു. അതിൽ 60ഓളം കുഞ്ഞുങ്ങള് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെരിമെന്റ് അവിടെ ഗിവപ്പ് ചെയ്ത് ഞാൻ അടുത്ത ലബോറട്ടറിയിലേക്ക് പോയി. ഒറോച്ചിമാറു പതിയെ അവന്റെ കൈയെടുത്ത് ഇപ്പൊ മുഖത്ത് തൊടുമ്പോ അവന്റെ ഫേസ് അതിപ്പോ പഴയതുപോലാവും. ഒറോച്ചിമാറു പറയും, എന്റെ അന്നത്തെ എക്സ്പെരിമെന്റില് ഞാൻ ചെയ്ത എല്ലാ കുട്ടികളും മരിച്ചുപോയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിൽ ഒരു കുട്ടി മാത്രം, അവൻ മാത്രം ജീവിച്ചു വന്നു. അങ്ങനെ ജീവിച്ചു വന്നവനാണ് നിങ്ങളുടെ ഈ മാസ്റ്റർ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവരും ഷോക്കായിട്ട് മാസ്റ്ററിനെ തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും സാക്കുറയ്ക്ക് മനസ്സിലാവുക, ഇതുകൊണ്ടാണ് മാസ്റ്റർ ഗുഡ് സ്റ്റീൽ ഗിൻജിപ്സു അത് ഉപയോഗിച്ചത്. അതും ഒറോച്ചിമാറു കാരണമാണ് മാസ്റ്ററിന് അത് സാധ്യമായത്. ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഇവിടെ സായി ആവട്ടെ കൂടുതൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കബൂട്ടോ പറയും, ഒറോച്ചിമാറുന്റെ എക്സ്പെരിമെന്റ് അത് ഈ ലോകം മുഴുവൻ ഇപ്പൊ പടർന്നു കിടക്കാണ്. ഇവനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് ഒറോച്ചിമാറു പറയും, എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ഇവനെയല്ല, മറിച്ച് സാസുകയാണ്. ആ സമയത്ത് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പന്റെ 3 ടൈൽസ് പുറത്തേക്ക് വരും. കുട്ടപ്പൻ ദേഷ്യം കടിച്ചമർത്തി പറയും, സാസുക അവനൊരിക്കലും നിങ്ങളുടെ കയ്യിൽ പെട്ടുവാൻ പാടില്ല. അത് കണ്ട് ഒറോച്ചിമാറു ചിരിക്കും. പക്ഷെ കുട്ടപ്പൻ അവന്റെ ദേഷ്യത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. അവന്റെ പവർ അത് കൂടി ഇപ്പൊ 9 ടൈൽ ഫോക്സിനെ പോലായി മാറും. കുട്ടപ്പന്റെ കൺട്രോൾ പോകുന്നത് കാണുമ്പോ നമ്മുടെ ആൾക്കാരെല്ലാവരും പേടിച്ചു വിറച്ച് ഇപ്പൊ കുട്ടപ്പനെ നോക്കും. നറൂട്ടോ കുട്ടപ്പന്റെ പവറില് ഇപ്പൊ അവിടെ മുഴുവനായിട്ടും കാറ്റാഞ്ഞടിച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞു തൂങ്ങി അങ്ങനെ തെറിച്ചു പോവും. കബൂട്ടോയ്ക്കാണെങ്കില് അത് കാണുമ്പോ കുറച്ച് സന്തോഷാവും. സാസുകയെ കുറിച്ച് എന്റെ മുൻപിൽ വെച്ച് ഒരക്ഷരം പോലും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ് കുട്ടപ്പൻ 9 ടൈൽ പവർ അത് പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഒറോച്ചിമാറുവിന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ഒറോച്ചിമാറു നൈസായിട്ട് ഇപ്പൊ കുട്ടപ്പന്റെ ഉള്ളിലെ ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ അടുത്തേക്ക് പോകും. ഒറോച്ചിമാറുവിനെ കണ്ടതും ആ ഒരു 9 ടൈൽ ഫോക്സ് ആ തലറിക്കാറും. ആ ഒരു ഫോഴ്സില് ഇപ്പൊ ഒറോച്ചിമാറു ആവട്ടെ പറന്ന് തെറിച്ചു പോവും. നറൂട്ടോയുടെ പവറില് ആ ഒരു ട്രെഞ്ച് ബ്രിഡ്ജ് പോലും ഇപ്പൊ തകരാൻ തുടങ്ങും. ഒറോച്ചിമാറു ആവട്ടെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ പവർ അത് വീണ്ടും 10 മടങ്ങായിട്ട് റിലീസ് ചെയ്യും. സാക്കുറ ആവട്ടെ അവള് നിസ്സഹായായിട്ട് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ സായി ചോദിക്കും, ഇതാണോ കുട്ടപ്പന്റെ യഥാർത്ഥ പവർ? അതിനവള് പറയും, ഇത് നറൂട്ടോയുടെ പവറല്ല, ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവറാണ്. ഒറോച്ചിമാറും കുട്ടപ്പനും ഇപ്പൊ പരസ്പരം നോക്കി നിൽക്കുമ്പോ ഒറോച്ചിമാറു ആവട്ടെ കുട്ടപ്പനെ നോക്കി ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അത് കണ്ട് കലി കയറി ഇപ്പൊ കുട്ടപ്പൻ അലറി കാർന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.